ഏവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയിരിക്കുകയാണ്. അതിനാക്കം കൂട്ടുന്ന വിധത്തിൽ, അതിന്റെ തീവ്രത കൂടുന്ന വിധത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് പ്രഖ്യാപനം നടത്തിയത് വേറെ ആരുമല്ല, എൻ.ഡി.എയുടെ ഘടകകക്ഷിയായ KKC, കേരള കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖർ ഇന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച കോവളം സീറ്റിന് താല്പര്യമില്ല എന്നും ഇത്തവണ പാറശാല സീറ്റാണ് കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നും പാറശാല സീറ്റാണ് ലഭിക്കുന്നത് എങ്കിൽ KKCയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്യാം ലൈജു നടരെയാണ് മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനത്തെയാണ് അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കോവളമായിരുന്നു, ഇത്തവണ അത് മാറ്റി പാറശാല കിട്ടിയാൽ കൊള്ളാമെന്ന് സംസാരിക്കുന്നു. സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ശ്യാം ലൈജു നടരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷം വെച്ച് ജയസാധ്യതയുണ്ട്. NDA വൈസ് ചെയർമാനായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം രാഷ്ട്രീയമായി ഒട്ടനവധി രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടാകുന്ന പ്രഖ്യാപനമാണ്. കഴിഞ്ഞ തവണ കോവളം മണ്ഡലത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് മത്സരിച്ചിരുന്നത്. പാറശാല മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ മത്സരിച്ചത് ഇന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കരമന ജയനാണ്. കരമന ജയൻ 33,000-ലേറെ വോട്ടുകൾ പലതവണ നേടുക, രണ്ട് തവണ 30,000-ലേറെ വോട്ടുകൾ നേടിയ മണ്ഡലമാണ് പാറശാല മണ്ഡലം. ആ മണ്ഡലം ആണ് KKC ചോദിക്കുന്നത്. KKC കേരള കാമരാജ് കോൺഗ്രസ് നാടാർ സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന പാർട്ടിയാണ്. നാടാർ സമുദായ സംഘടനയായിട്ടുള്ള VSDPയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് KKC, കേരള കാമരാജ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ നാടാർ സമുദായങ്ങൾ ഏറ്റവും കൂടുതലുള്ള പാറശാല മണ്ഡലത്തിൽ ഒരു നാടാർ സമുദായത്തിൽ നിന്നുള്ള BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വളരെയേറെ രാഷ്ട്രീയമായി മേൽക്കൈ BJPക്ക് അല്ലെങ്കിൽ ഉണ്ടാകുന്ന രീതിയാണ്. ശ്യാം ലൈജുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂവച്ചൽ ജില്ലാ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയും 10,000-നോടടുപ്പിച്ച് വോട്ടുകൾ നേടുകയും ചെയ്തിട്ടുള്ള ശക്തമായ പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിത്വമാണ്. സൗമ്യതയുടെ പ്രതീകമാണ്. KKCയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ VSDPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ ഒട്ടനവധി നേതൃനിരകളിൽ എത്തിയിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള സൗമ്യതയുടെ മുഖമായിട്ടുള്ള ശ്യാം ലൈജു പാറശാല മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടാകും. UDFന്റെ സ്ഥാനാർത്ഥി ചിലപ്പോൾ നാടാർ സമുദായത്തിൽ നിന്നുള്ള ആളായിരിക്കാനാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ 2 തവണയായി അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, LDFന് 2 തവണ വിജയിച്ച CK ഹരീന്ദ്രൻ തന്നെ 3-ാം തവണയും അവിടെ അംഗത്തിന് ഇറങ്ങുന്ന ഒരു ലക്ഷണമാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെ ആലോചിച്ചാലും BJPക്ക് മേൽക്കൈ അല്ലെങ്കിൽ NDAക്ക് മേൽക്കൈ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ NDAയുടെ വൈസ് ചെയർമാൻ്റെ പാർട്ടിയായിട്ടുള്ള KKC തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു.